ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഇത് വെളുത്തുള്ളി ചട്നിയാണ്. ദോശ, ഇഡ്ഡലി, അപ്പം, അതുപോലെ ചപ്പാത്തി കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് 1.5 കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1/2 കപ്പ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ വെളുത്തുള്ളിയാണ്, ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ചെറിയ വെളുത്തുള്ളിയാണ്, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയെ. വെളുത്തുള്ളി നമുക്ക് പകുതി ഒരു വഴറ്റിയെടുക്കാം. തീ കുറച്ച് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. പകുതി ഒരു വഴണ്ട് വരുമ്പോൾ ഇവിടെ 10 മുളക് ഇട്ട് കൊടുക്കാം. എന്ന് പറയാൻ 4 വറ്റൽമുളകും 6 പിരിമുളകുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വറ്റൽമുളക് തന്നെ ഇട്ട് കൊടുത്താൽ ഭയങ്കര എരിവായിരിക്കും. നിങ്ങൾക്ക് എരിവ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 10 പിരിമുളക് എടുത്തോളൂ കേട്ടോ. അതങ്ങ് പകുതി വരെ വഴണ്ട് വന്ന് വെളുത്തുള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മുളകിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു 12 കൊച്ചുള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി വലിപ്പത്തിൽ പിഴുപുളി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് കളർ മാറി കൊച്ചുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം. അതുവരെ വഴറ്റിയെടുക്കാം. ഉള്ളിയുടെയൊക്കെ കളർ മാറി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. തീ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇവിടെ ഞാൻ അതേ ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ എണ്ണയ്ക്ക് പകരം നല്ലെണ്ണ വേണം ഇതിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എണ്ണ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയേ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി വരണം. ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അതിങ്ങ് എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിന് വഴറ്റിയെടുക്കുക. മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊരു 5 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ ചട്നിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. നിങ്ങൾക്കിത് തെറിക്കുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചട്നി കാണുമ്പോൾ ഒത്തിരി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും മതി. 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ദോശയുടെ കൂടെ ആയാലും ഇഡ്ഡലിയുടെ കൂടെ ആയാലും ചപ്പാത്തി, അതുപോലെ അപ്പം, ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും നല്ലൊരു ചട്നിയാണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിലോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.